ഹായ്. യെസ്, മനസ്സിൽ ചിന്തിക്കുന്നത് പിന്നെയും വെറുപ്പിക്കാൻ എന്തിനാ വന്നേന്നല്ലേ? ചാപ്റ്റർ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് വന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചീറ്റയെക്കുറിച്ചും ലെപ്പേർഡിനെ കുറിച്ചൊക്കെയുള്ള കുറേ ഡിഫറൻസുകളും ചീറ്റയും ലെപ്പേർഡിനെയൊക്കെ നിങ്ങൾ കണ്ടു അല്ലേ? ടുഡേ ഐ കെയിം വിത്ത് എ ന്യൂ ടോപ്പിക്. ന്യൂ ടോപ്പിക് മീൻസ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫ്രോഗ്സ് ആൻഡ് ടോഡ്സ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടല്ലേ? ഫ്രോഗ്സും ടോഡ്സും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കുറച്ച് ചൊറിയൻ തവളേനെയും തവളേനെയൊക്കെ കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വേണ്ടേ? യെസ്, വേണം. അപ്പോൾ തവളകളെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടോ? കിണറ്റിലുണ്ടല്ലേ? വീടിൻ്റെ അടുത്തുള്ള കുളത്തിലുണ്ടോ? അതാണ്. അപ്പോൾ തവളകളെ കണ്ടിട്ടുണ്ട്. സോ വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രോഗ്സ് ആൻഡ് ടോഡ്സ്? ഈ ഫ്രോഗ്സും ടോഡ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ? എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ? ഇതൊക്കെ നോക്കാൻ എവിടെയല്ലേ സമയം? ഭയങ്കര ബിസി അല്ലേ? ആണോ? ക്ലാസ്സൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയാണല്ലേ? സോ ഞാൻ കുറച്ച് ഡിഫറൻസസ് പറഞ്ഞുതരാം. ദി ഫസ്റ്റ് ഡിഫറൻസ്, എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഫ്രോഗ്സിനെയും ടോഡ്സിനെയും കാണാം അല്ലേ? കാണാൻ കഴിയുന്നുണ്ടോ? ഫ്രോഗ്സിനെയും ടോഡ്സിനെയും നല്ല പരിചയം ഉണ്ടല്ലേ? ഇതിനെ കണ്ട് പരിചയമില്ലേ? സോ ഞാനൊരു പേര് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്ത് പേരാണ് കൊടുക്കുക ഇപ്പോൾ? ഫ്രോഗിന് എന്ത് പേരാണ് കൊടുക്കുക? എന്ത്? നല്ല പേര് പറ. ഞാനെപ്പോഴും കരടിക്ക് ടിങ്കു എന്നൊക്കെ അല്ലേ പേര് കൊടുക്കുന്നത്? അതേപോലെ നല്ല എന്തെങ്കിലും പേര്. എന്ത്? വേഗം പറയും, ഒരു പേര് പറയും. വേഗം പറയും. അമ്മിണി ആയിക്കോട്ടെ, അമ്മിണി ഫ്രോഗ്. അപ്പോൾ ടോഡിനോ? രാജപ്പനോ? ആയിക്കോട്ടെ, രാജപ്പൻ ടോഡും അമ്മിണി ഫ്രോഗും അല്ലേ? ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ഇതാ ഒന്ന് അമ്മിണിയാണ്, ഒന്ന് രാജപ്പനാണ്. അതാണോ? അല്ല. ഇവരുടെ കാര്യത്തിൽ 3 കാര്യങ്ങൾക്കാണ് ഡിഫറൻസ് ഉള്ളത്. ദി ഫസ്റ്റ് വൺ, ഇൻ ദ കേസ് ഓഫ് ലെഗ്, കാലുകളുടെ കാര്യത്തിൽ. ഇൻ ദ സെക്കൻഡ് തിങ്, ഇൻ ദ കേസ് ഓഫ് സ്കിന്നിൻ്റെ കാര്യത്തിൽ. ആൻഡ് ദ തേർഡ് വൺ, ഇൻ ദ കേസ് ഓഫ് ടങ്, നാക്ക്. ഇങ്ങനെ 3 ഡിഫറൻസസ് ഉണ്ട്. എന്തൊക്കെയാണെന്നറിയോ? യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ഫ്രോഗിനെ കണ്ടില്ലേ? ഫ്രോഗിൻ്റെ കാലുകളും നോക്കി, നമ്മളെ അമ്മിണി ഫ്രോഗിൻ്റെ കാലും നോക്കി. എങ്ങനെയുള്ളത്? ഒരു വെബ് പോലെയാണല്ലേ? ആണല്ലേ? കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള കാലാണല്ലേ? എന്തുകൊണ്ടാണെന്നറിയോ? our frogs are living in water most of the time. വെള്ളത്തിലാണ് കൂടുതൽ സമയം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ നീന്താൻ വേണ്ടി ഫോർ ദ സ്വിമ്മിങ് പർപ്പസ് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് വെബ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടി ഫ്ലാറ്റ് ആയിട്ടുള്ള കാലുകളാണ് ആർക്ക് കൊടുത്തിട്ടുള്ളത്? നമ്മളുടെ ഫ്രോഗിന് കൊടുത്തിട്ടുള്ളത്. ടോഡിൻ്റെ കാലുകൾ ശ്രദ്ധിച്ചോ? ടോഡിൻ്റെ കാലിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് കുറച്ചുകൂടി സ്ട്രോങ് ആണ്. എന്തിനാണെന്നറിയോ? ടോഡ്സ് ഓൾവേസ് ഇറ്റ് വിൽ ലിവ് ഇൻ ലാൻഡ്സ്. ഈ കരപ്രദേശത്തൊക്കെയാണ് ടോഡ് കൂടുതലുണ്ടാവുക. വെള്ളത്തിൽ അധികമൊന്നും പോകാറില്ല. അതുകൊണ്ട് തന്നെ ടോഡിന് നടക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ നടക്കാനുള്ള പർപ്പസിൽ ടോഡിന് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കാലുകളാണ് ദൈവം കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ഡിഫറൻസ് എന്താണെന്നറിയോ? ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മളുടെ ഫ്രോഗിൻ്റെ കാലിനൊരു ഡിഫറൻസ് ഉണ്ട്. ഫ്രോഗിൻ്റെ കാല് കുറച്ചുകൂടി ലെങ്തിയാണ്. അതെന്തിനു വേണ്ടിയാണെന്നറിയോ? ഇറ്റ് വിൽ ഹെൽപ്പ് അവർ ഫ്രോഗ്സ് ടു ജംപ് ഫ്രം വൺ സൈഡ് ടു അനദർ സൈഡ്. ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് വളരെ ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് ജമ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി കൂടി ഈ കാലുകൾക്ക് കഴിയും. പക്ഷേ നമ്മളുടെ ടോഡുകളെ സംബന്ധിച്ചിടത്തോളം ജമ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കുറവാണ്. അത്ര ദൂരത്തിലൊന്നും ജമ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് ഓൾവേസ് വാക്കിംഗ്. പക്ഷേ ജമ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങളൊരു ഫ്രോഗിനെയോ അല്ലെങ്കിൽ ടോഡിനെയോ കണ്ടിട്ട് അടുത്ത് പോയി കഴിഞ്ഞാൽ, ഫ്രോഗ്സ് ആണെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ തന്നെ ജമ്പ് ചെയ്ത് പോകും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ടോഡ്സ് അവരെന്ത് ചെയ്യും? നിങ്ങൾ അവിടെ ചെല്ലുന്നത് വരെ അവിടെ തന്നെ നിൽക്കും. പിന്നെ ഒരു ഷോർട്ട് ഡിസ്റ്റൻസിൽ മാത്രമാണ് ഇറ്റ് ക്യാൻ ജമ്പ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലെഗ്സ്. അതിൻ്റെ ലെഗ്സ് അങ്ങനെയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഫ്രോഗിനെ നോക്കിയേ. അമ്മിണി ഫ്രോഗ് ഭയങ്കര സുന്ദരിയാണല്ലേ? അമ്മിണി ഫ്രോഗ് സ്വതവേ സുന്ദരിമാരാണ്. ഓക്കെ. എന്താണെന്നറിയോ? ഇവരുടെ സ്കിന്നിനൊരു പ്രത്യേകതയുണ്ട്. ഇറ്റ്സ് എ ഗ്ലോയിങ് കൈൻഡ് ഓഫ് എ സ്കിൻ അല്ലേ? ഒരു ഗ്ലോയിങ് അല്ലെങ്കിൽ ഒരു തിളങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലേ? ഒരു മിനുസമായിട്ടുള്ള ഒരു സ്കിന്നാണ്, ഒരു സ്മൂത്തി സ്കിന്നാണ് ആർക്കുള്ളത്? നമ്മളുടെ ഫ്രോഗിനുള്ളത്. പക്ഷേ നമ്മളുടെ ടോഡിൻ്റെ അവസ്ഥ കുറച്ച് വ്യത്യസ്തമാണ്. കുറച്ച് റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള മനുഷ്യനാണ്. എന്താണെന്നറിയോ? അവരുടെ ശരീരത്തിലെ ഈ അബ്നോർമലായിട്ട് ആ സ്കിന്ന് വളരുന്നതുകൊണ്ട് ഒരു എന്താ പറയുക, റാറ്റ് എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ആ സ്കിൻ കുറച്ചുകൂടി കട്ടിയുള്ളതായിരിക്കും. നമ്മൾ പറയാറില്ലേ എന്തൊരു തൊലിക്കട്ടിയാണെന്നൊക്കെ പറയാറില്ലേ? അതേപോലെയാണ് നമ്മളുടെ ടോഡ്സിൻ്റെ സ്കിൻ. കണ്ടോ? ശ്രദ്ധിച്ചോ? കണ്ടില്ലേ?
ടോഡ്സിൻ്റെ സ്കിൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി കട്ടിയുള്ള സ്കിന്നായിരിക്കും. അത്ര വലിയ ഗ്ലോ ചെയ്യുന്ന സ്കിന്നൊന്നും ആയിരിക്കില്ല. ഒരു സ്മൂത്തി സ്കിൻ ആയിരിക്കില്ല ആരുടേത്, നമ്മളുടെ ടോഡിൻ്റെത്. സോ സ്കിന്നിൻ്റെ കാര്യത്തിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇനി തേർഡ് വൺ, ടങ്. നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട് ഡിസ്കവറി ചാനലും ആനിമൽ പ്ലാനറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ പറയുന്ന പോലെ അവരെങ്ങനെയാണ് ഇര പിടിക്കുന്നത് എന്നുള്ളത് കണ്ടിട്ടുണ്ടോ? യെസ്, ഇര പിടിക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നത് മോസ്റ്റ് ഓഫ് ദി ടൈം ദേ യൂസ് ദെയർ ടങ്സ് ഫോർ ഫൈൻഡിങ് ദ പ്രേ, അല്ലേ? ഇര പിടിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നത് നാവുകളാണ്. നാവുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ഫ്രോഗിൻ്റെ നാവിനൊരു പ്രത്യേകത ഉണ്ട്. കാണുന്നുണ്ടോ? ഉള്ളിൽ പിടിച്ച് വെച്ചിരിക്കുക, അല്ലേ? കടിച്ചു പിടിച്ച് വെച്ചിരിക്കുക പാവം. എന്താണെന്നറിയോ, ഈ ഫ്രോഗിൻ്റെ നാവേ കുറച്ച് സ്റ്റിക്കിയാണ്. അതിലൂടെ പറന്നു പോകുന്ന ഒരു പ്രാണിയെ പിടിക്കണമെന്ന് കരുതിയാൽ ഫ്രോഗിന് വെറുതെ നാക്ക് നീട്ടിയാൽ മതി. സ്റ്റിക്കി ആയതുകൊണ്ട് തന്നെ പ്രാണി അതിൽ ഒട്ടിപ്പിടിക്കും. പക്ഷെ ടോഡിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റിക്കി ആയിട്ടുള്ള ടങ് അല്ല നമ്മളുടെ ടോഡിനുള്ളത്. അങ്ങനെ ഒട്ടിപ്പിടിച്ചൊന്നും ഇരകളെ പിടിക്കാനുള്ള കഴിവ് ആർക്കില്ല? നമ്മളുടെ ടോഡിനില്ല. മനസ്സിലായോ? ഇവരെങ്ങനെ ഭക്ഷണം കഴിക്കാമെന്നറിയോ? ക്രാമ്പ് ചെയ്തിട്ട്. ക്രാമ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞെരിച്ചുടച്ചിട്ടൊക്കെയാണ് അവർ വായിലിട്ട് തിന്നുക. പക്ഷെ മറ്റവരെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ട് നാവ് നീട്ടുന്നു, അതിൽ പിടിക്കുന്നു, മിണുങ്ങുന്നു എന്ന് പറഞ്ഞല്ലേ. ഓക്കെ, സോ നമ്മളുടെ ഫ്രോഗിൻ്റെയും ടോഡിനെയും തമ്മിലുള്ള മേജർ ഡിഫറൻസസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ലെഗ്സ്. നമ്മളുടെ ലെഗ്സ് അതിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രോഗ്സ് ക്യാൻ ജംപ്. അവരുടെ ആ ഒരു കാലുകൾ അതിന് വേണ്ടിയിട്ട് സ്പെസിഫിക്, ലൈക്ക് അങ്ങനെ ഒരു സ്പെസിഫൈഡ് ആണ്. ആൻഡ് ദ സെക്കൻഡ് തിങ്, ദേ ക്യാൻ സ്വിം. ആ ഒരു കാല് ഉപയോഗിച്ചിട്ട് അവർക്ക് സ്വിം ചെയ്യാൻ വേണ്ടി കഴിയും. ഇൻ ദ കേസ് ഓഫ് ടോഡ്സ്, ദേ കുഡിൻ ജംപ് ലോങ് ഡിസ്റ്റൻസ്. വലിയൊരു ഡിസ്റ്റൻസ് ഒന്നും ആർക്ക് ചാടാൻ വേണ്ടി കഴിയാറില്ല. നമ്മളുടെ രാജപ്പൻ ടോഡിന് ചാടാൻ പറ്റില്ല. ആൻഡ് ദേ കുഡിൻ ദാറ്റ് മച്ച് ഓഫ് സ്വിമ്മിങ്. ആ ഒരു സ്വിമ്മിങ്ങിനുള്ള കപ്പാസിറ്റി ഒന്നും ആർക്കില്ല, നമ്മളുടെ ടോഡിനില്ല. രാജപ്പൻ ടോഡ് എങ്ങനെയാണ് നടക്കാറ് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നത്? നടന്നിട്ടാണ്, അല്ലാതെ സ്വിം ചെയ്തിട്ടല്ല. മനസ്സിലായോ? ആൻഡ് ദ സെക്കൻഡ് തിങ് അബൌട്ട് ദ സ്കിൻ. ദ സ്കിൻ എന്ന് പറയുമ്പോൾ അമ്മിണി ഫ്രോഗിൻ്റെ സ്കിൻ എന്ന് പറയുന്നത് കുറച്ച് ഗ്ലോയിങ് ആണ്. ഇറ്റ്സ് എ സ്മൂത്തി സ്കിൻ ആണ്, അല്ലേ? പക്ഷേ നമ്മളുടെ ടോഡ്, രാജപ്പൻ ടോഡിൻ്റെയോ കുറച്ച് റഫാണ്, ലിറ്റിൽ ബിറ്റ് എന്താ പറയുക, ഒരു നല്ല തൊലിക്കട്ടിയുള്ള ആളാണ് രാജപ്പൻ ടോഡ്. മനസ്സിലായോ? തേർഡ് തിങ് അബൌട്ട് ടങ്. നാക്കിനെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലേ? നമ്മളുടെ അമ്മിണി ഫ്രോഗിൻ്റെ നാവ് കുറച്ച് നീളമുള്ളതാണ്, അതുകൊണ്ട് തന്നെ സ്റ്റിക്കിയുമാണ്. ഇരകളെയൊക്കെ പിടിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് അവർ ടോഡ്, രാജപ്പൻ ടോഡിൻ്റെ നാവിൽ ആ ഒരു സ്റ്റിക്കി എലമെൻ്റ് ഇല്ല. ഇറ്റ് ക്രാമ്പ് ഇറ്റ്സ് പ്രേസ്, അല്ലേ? അതിൻ്റെ ഇരകളെ ക്രാമ്പ് ചെയ്താണ് നമ്മളുടെ ടോഡ് കഴിക്കുന്നത്. മനസ്സിലായോ? ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫ്രോഗ്സ് ആൻഡ് ടോഡ്സ്. മനസ്സിലായോ? നൗ വി ആർ മൂവിങ് ഇൻ ടു the next area, and especially we are going to visit a small, what we can say that something like of a hilly area or a forest area. Are you ready for? Yeah, today we are going to see a different two animals. Maybe you couldn't have to seen in India. ഇന്ത്യയിൽ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രണ്ട് ആനിമൽസിനെയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഏതൊക്കെയാണെന്നറിയോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അവരുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ലാമ ആൻഡ് അൽപക്ക. കണ്ടോ? ഇതുണ്ടോ? അൽപക്കാസ് ആൻഡ് ലാമാസ്, രണ്ട് ജീവികൾ. ഓക്കെ, ഇനി അവ തമ്മിലുള്ള ഡിഫറൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാം. എന്താണ് അൽപക്കാസും ലാമാസും? ബോത്ത് ഓഫ് ദം കണ്ടു കഴിഞ്ഞാൽ ഒരു ക്യാമലിനെ പോലെയൊക്കെ തോന്നിക്കുന്ന, ട്രാൻസ്പോർട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ജീവികളാണ് ഈ അൽപക്കാസും ലാമാസും. നിങ്ങൾക്ക് എൻ്റെ സൈഡിൽ ഈ ഫോറസ്റ്റിൽ കാണാൻ വേണ്ടി പറ്റും, അല്ലേ? കാണുന്നുണ്ടോ ഫോറസ്റ്റിൽ? ഇതാണ്ടോ, ലാമാസും ഉണ്ട്, അൽപക്കാസും ഉണ്ട്. ഇതെങ്ങനെയാണ് തിരിച്ചറിയുക? രണ്ടിനെയും കണ്ട ഏകദേശം ഒരേപോലെ ഉണ്ടല്ലേ? എങ്ങനെയാണ് നമുക്ക് ഇവരെ തിരിച്ചറിയാൻ വേണ്ടി പറ്റുക? ഡിഫറൻസസ് അറിയില്ലേ? ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്ക്. ഇത് ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലോ ഡിഫറൻസസ്. എന്താണ്? രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരേപോലെയൊക്കെയാണ്, അല്ലേ? പക്ഷേ നിങ്ങൾ ലാമാസിനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. അൽപക്കാസിനെ വെച്ച് നോക്കുമ്പോൾ ലാമാസ് കുറച്ചുകൂടി വലിപ്പമുള്ള, ഇറ്റ്സ് ബിഗർ ദാൻ അവർ ആൽപക്കാസ്, അല്ലേ? അൽപക്കാസിനെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ലാമ കുറച്ചുകൂടി ബിഗറാണ്. ആണോ? വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടല്ലേ? രണ്ടാമത്തെ കാര്യം, അവരുടെ ശരീരം ശ്രദ്ധിച്ചോ? ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ദേ ഹാവ് ലൈക്ക് ഇറ്റ്സ് എ ഫർ ഓർ ഹെയറി, അല്ലേ? കുറച്ച് ഒരു കമ്പിളി പുതപ്പിൻ്റെ അല്ലെങ്കിൽ കമ്പിളി രോമങ്ങളൊക്കെ നിറഞ്ഞതാണ് ഇവരുടെ ശരീരം. കാണുന്നുണ്ടോ? യെസ്. അപ്പോൾ ഈ കമ്പിളി രോമങ്ങളുടെ കാര്യത്തിൽ ഫ്ലീസ് എന്നുള്ളൊരു വാക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഫ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് കോൾഡ്
കമ്പിളി രോമം എന്നാണ് മലയാളത്തിലൊക്കെ നമ്മൾ പറയുക. നമ്മളുടെ ബ്ലാങ്കറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ചെമ്മരിയാടിൻ്റെയൊക്കെ മുടികൾ നമ്മൾ എടുക്കാറുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ആനിമൽസിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മളുടെ ലാമാസ് അൽപ്പക്കാസിനേക്കാൾ വലുതാണെങ്കിൽ പോലും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഫ്ലീസിൻ്റെ നമ്പർ ഇറ്റ്സ് ലെസ് അല്ലേ? അതിൻ്റെ മെഷർമെൻ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അളവ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൽപ്പക്കാസും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലാമാസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആ ഒരു ഹെയറി സ്കിൻ എന്ന് പറയുന്നത് കുറവാണ്. സോ കൂടുതൽ ആയിട്ട് ഒരു ട്രാവലിംഗ് പേർപ്പസിനും ട്രാൻസ്പോർട്ടിംഗ് പേർപ്പസിനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അൽപ്പക്കാസിനെ ഓർ ലാമാസ്. ഏതാ? ലാമാസിനെയാണ്. കാരണം ലാമാസിൽ നിന്ന് ഈ ഒരു പ്രൊഡക്റ്റ് അധികം ഒന്നും കിട്ടാറില്ല. പക്ഷേ അവർ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആണ് ആൻഡ് ലിറ്റിൽ ബിറ്റ് ബിഗർ ദാൻ അവർ അൽപ്പക്കാസ് അല്ലേ? അൽപ്പക്കാസിനെ വെച്ച് നോക്കുമ്പോൾ ബിഗർ ആണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ലാമാസിനെ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? സോ ഇവർ തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിലുള്ള ആ രോമങ്ങൾ തന്നെയാണ്. ഈ രോമങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്നറിയോ? നമ്മുടെ വീടുകളിലൊക്കെ ബ്ലാങ്കറ്റ്സ് ഉണ്ടല്ലേ? ആ ബ്ലാങ്കറ്റ്സ് ഒക്കെ നമ്മൾ തണുപ്പ് കാലങ്ങളിലൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ? ജാക്കറ്റുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ ജാക്കറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഇതേപോലുള്ള പല മൃഗങ്ങളുടെയും രോമങ്ങൾ കൊണ്ടാണ്. സോ ഇവരെ കൊണ്ടുള്ള പേർപ്പസ് എന്ന് പറയുന്നതും അതുതന്നെയാണ്, ബ്ലാങ്കറ്റ്സ് അല്ലെങ്കിൽ ജാക്കറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവരുടെ തമ്മിലുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ യെസ് അവർ ലാമാസ് ആർ ബിഗർ ദാൻ അൽപ്പക്കാസ്. പക്ഷേ ചെറുതായിരിക്കുന്ന സമയത്ത് രണ്ടിനെയും കണ്ടാൽ തിരിച്ചറിയാൻ വേണ്ടി കഴിയില്ല. രണ്ടും ഏകദേശം ഒരേപോലെ ഇരിക്കും. ആൻഡ് ഇൻ ദ കേസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഫ്ലീസ് നമ്മളുടെ അൽപ്പക്കാസ് ആണ് കുറച്ചുകൂടി മുൻപന്തിയിൽ. അവരുടെ ശരീരത്തിൽ നിന്നാണ് കൂടുതൽ രോമങ്ങൾ നമുക്ക് ലഭിക്കുക. സോ ഇങ്ങനെയുള്ള ഒരു വ്യത്യാസമാണ് നമുക്ക് അൽപ്പക്കാസിലും ലാമാസിലും കാണാൻ വേണ്ടി കഴിയുന്നത്. രണ്ടും സൗത്ത് അമേരിക്കയിലും സൗത്ത് ആഫ്രിക്കയിലും ഒക്കെ ആയിട്ട് കാണപ്പെടുന്ന ഒരു കോമൺ ആയിട്ടുള്ള ആനിമലാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഇന്ത്യ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. ബട്ട് യു ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു വാച്ച് ദീസ് ടു ആനിമൽസ്. കണ്ടോ? ഓക്കെ. സോ നമ്മുടെ മനുഷ്യന്മാരുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ മനുഷ്യന്മാരെ കാണാനൊക്കെ ഒരേപോലെ ഉണ്ടാവും അല്ലേ? മേ ബി കുറച്ച് സ്ലൈറ്റസ്റ്റ് ഡിഫറൻസസ് ഇൻ ദ കേസ് ഓഫ് സ്കിൻ അല്ലേ? സ്കിന്നിൻ്റെ കാര്യത്തിൽ കുറച്ച് ഡിഫറൻസസ് ഒക്കെ ഉണ്ടാവും. അതിൻ്റെ ഒരു കളറിൻ്റെ കാര്യത്തിലൊക്കെ വേരിയേഷൻസ് ഉണ്ടാവും. ഐസിൻ്റെ കളേഴ്സിൻ്റെ കാര്യത്തിൽ വേരിയേഷൻസ് ഉണ്ടാവും. ചില ആൾക്കാർക്ക് നല്ല ബ്ലൂ ഐസ് ഉണ്ടാവും, ചില ആൾക്കാർക്ക് ഡാർക്ക് ഐസ് ആയിരിക്കും. അതുപോലുള്ള ഡിഫറൻസസ് ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെ മനുഷ്യന്മാരെ ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വേരിയേഷൻ എന്ന് പറയുന്നത് സ്വഭാവത്തിലാണ് അല്ലേ? ബിഹേവിയറൽ ചേഞ്ചസിലൂടെയാണ് ഹ്യൂമൻ ബീയിങ്സിനെ നമ്മൾ പഠിക്കുന്നത്. ശരിയല്ലേ? അതെ. അപ്പോൾ ഈ ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ഇറ്റ്സ് യുണീക്ക്. എല്ലാം ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്വന്തമായ നിലപാടുകൾ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ കാര്യങ്ങളും. അങ്ങനെ തന്നെയല്ലേ? ആണോ? നമ്മളുടെ ഡാലിയ പൂവും റോസ് പൂവും കാണാൻ ഒരേപോലെയാണോ? പക്ഷെ രണ്ടും പൂക്കളാണല്ലേ? അതിൽ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസസ് ഉണ്ട് അല്ലേ? സത്യമല്ലേ? ആണോ? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണും അതുപോലെ തന്നെ കമ്പ്യൂട്ടറും രണ്ടിൻ്റെയും പേർപ്പസ് എന്ന് പറയുന്നത് എന്താ? ഏകദേശം ഒരേ പർപ്പസ് ഒക്കെ തന്നെയാണ്. പക്ഷേ രണ്ടും കാണാൻ വ്യത്യസ്തമാണ്, അതിൻ്റെ ഫങ്ഷനിങ് വ്യത്യസ്തമാണ് അല്ലേ? അല്ലേ? നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ കഴിക്കുന്ന ചോറും സാധാരണ ചോറും തമ്മിലും വ്യത്യാസങ്ങളില്ലേ? അപ്പോൾ നമ്മളുടെ ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്തുണ്ട്? ഓരോ വേരിയേഷൻസ് ഓരോ കാര്യങ്ങൾക്ക് ഉണ്ടായിരിക്കും. നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ കുറച്ച് ആനിമൽസിൻ്റെ വേരിയേഷൻസിനെ കുറിച്ചും ഹൗ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദീസ് ആനിമൽസ് എന്നുള്ള കാര്യങ്ങളുമാണ് പഠിച്ചത്. ഓർമ്മയുണ്ടോ ഈ കാര്യങ്ങളൊക്കെ? നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? ഏഷ്യൻ എലഫൻസും ആഫ്രിക്കൻ എലഫൻസും തമ്മിലുള്ള ഡിഫറൻസസ് ആയിരുന്നു. രണ്ടാമത് ക്രൊക്കഡിലിയ എന്ന് പറയുന്ന ഒരു ഫാമിലിയെ കുറിച്ച് പഠിച്ചു അല്ലേ? ക്രൊക്കഡൈൽസിനെ കുറിച്ചും അലിഗേറ്റേഴ്സിനെ കുറിച്ചും പഠിച്ചു. ഓർമ്മയുണ്ടോ? ദെൻ നമ്മൾ പഠിച്ച എന്തായിരുന്നു? യെസ്, എന്താ? ടേർട്ടിൽസ് ആൻഡ് ടോർട്ടോയ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠിച്ചു. ചീറ്റയും ലെപ്പേർഡും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠിച്ചു. പിന്നെ ഫ്രോഗ്സും ടോഡ്സും ഇന്ന് പഠിച്ചു. ആൻഡ് ലാമാസ് ആൻഡ് ആൽപ്പക്കാസും ഇന്ന് പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ പഠിച്ചോ? സോ എന്താ ഈ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലായത്? ഈ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കാൻ ഇത്ര മാത്രമേ ഉള്ളൂ. യെസ്, എവറിത്തിങ് ഹാവ് ഇറ്റ്സ് ഓൺ ഡിഫറൻസസ് അല്ലേ? എല്ലാത്തിനും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിച്ചത്. പഠിച്ചോ? ഓക്കെ. Before we are winding up our class, we just want to learn a few things. Yeah. Some kind of a new words and vocabularies and its pronunciations. Are you ready? Yes, we just want to learn some new words because we just want to improve our language. Am I right? Okay. So, in your textbook, you can see a few
new words and its meanings. Can you read it? The first one, you can see that, appearance. What that? Appearance. Appearance. What do you mean by appearance? It's a look, outward look. അല്ലേ, നമ്മൾ അപ്പിയറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു കാഴ്ച, ഒരു സംഭവത്തെ നമ്മൾ കാണുന്ന ആ ഒരു ഇതിനെയാണ് എന്തെന്ന് പറയാറുള്ളത്? അപ്പിയറൻസ് എന്ന് പറയാറുള്ളത്. ഇനി രണ്ടാമത്തത്, പേജ് ഒന്ന് മറിച്ചാൽ കാണാം അല്ലേ, എന്താണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്? എന്താ? പീക്ക് എന്ന് പറയുന്ന വാക്കാണ് അല്ലേ. പീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, പീക്കിന്റെ മീനിങ് അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. എ ഗ്ലാൻസ്, എ ടേക്ക് എ ലുക്ക്, ടു ടേക്ക് എ ലുക്ക് അല്ലേ. എന്താണ് ഗ്ലാൻസ് അല്ലെങ്കിൽ പീക്ക് എന്ന് പറഞ്ഞാൽ? പീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേക്ക് എ ലുക്ക്, ഒരു കാര്യത്തെ നോക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഗ്ലാൻസ് അല്ലെങ്കിൽ ടേക്ക് എ ലുക്ക് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ പീക്ക് എന്ന വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത്. അടുത്ത വാക്ക് എന്താ? ഡിഫറൻഷിയേറ്റ് എന്നുള്ളതാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാലോ, കാറ്റഗറൈസ് ചെയ്യുന്നതിനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറയുക അല്ലേ. ഡിഫറൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? വ്യത്യാസങ്ങളാണ്. സോ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടു ടെൽ ദ ഡിഫറൻസസ് അല്ലേ. ആ ഒരു ഡിഫറൻസസിനെ കുറിച്ച് സംസാരിക്കുന്നതിനെയാണ് ഡിഫറൻഷിയേറ്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരിയല്ലേ? അടുത്ത വാക്ക് എന്താ? സെറേറ്റഡ്. സെറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? സെറേറ്റഡ് എന്ന് പറഞ്ഞാൽ സോ ലൈക്ക്. സോ ലൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിപ്പിച്ച കാര്യങ്ങളിൽ പറഞ്ഞപ്പോഴേ അലിഗേറ്റേഴ്സിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ക്രൊക്കഡൈൽസിൻ്റെ കാര്യങ്ങളും പറഞ്ഞപ്പോൾ അവരുടെ ടീത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞിരുന്നു. സോ എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ടോ? സിയുടെ പാസ്റ്റ് അല്ല ഇവിടെ സോ. പകരം നിങ്ങൾ ഈ മരമൊക്കെ മുറിക്കുന്ന ഈർച്ചവാൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് വളരെ ലൈക്ക് ഇറ്റ്സ് ഒരു കൂർത്ത് നല്ല മൂർച്ചയുള്ളതാണ് അല്ലേ. നമ്മളുടെ ഈ ക്രൊക്കഡൈൽസിൻ്റെ അലിഗേറ്റേഴ്സിൻ്റെ ഒക്കെ ടീത്ത് എന്ന് പറയുന്നത് സോ ലൈക്കാണ്. അതായത് ഒരു ഈർച്ചവാളിൻ്റെ മൂർച്ചയുള്ള അല്ലെങ്കിൽ ഈർച്ചവാളിനെ പോലെയുള്ളതാണ് അവരുടെ പല്ലുകൾ. അതിനെയാണ് നമ്മൾ സെറേറ്റഡ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അടുത്ത വാക്ക് എന്താ? ഇറ്റ്സ് എ സ്കെയോ. സ്കെയർ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ആർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉച്ചരിക്കാറില്ല. ഇറ്റ്സ് സ്കെയോ. സ്കെയോ എന്താ? സ്കെയോ. സ്കെയോ എന്ന് പറഞ്ഞാൽ എന്താ? ഷോക്ക്, അലാം, പിന്നെന്താ? വറി. ഷോക്ക്, അലാം, വറി. അതായത് സ്കെയർ ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കപ്പെടുന്നത് അല്ലേ. ഷോക്കായി പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്കെയർ എന്ന് പറയുന്ന വാക്ക് പറയുന്നത്. അലാം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് അലാം സെറ്റ് ചെയ്യുന്നത്? ഒരു കോഷ്യസ് ആവാൻ വേണ്ടിയാണല്ലേ. അപ്പോൾ പെട്ടെന്ന് ഒരു കാര്യങ്ങളെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ പെട്ടെന്ന് എഴുന്നേൽക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴൊക്കെ അറിയാനൊക്കെ വേണ്ടിയാണ് നമ്മൾ അലാം സെറ്റ് ചെയ്യുന്നത്. സോ ഈ പറയുന്ന സ്കെയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഷ്യസ് ആവുക അല്ലെങ്കിൽ പെട്ടെന്ന് ഞെട്ടിപ്പോകുന്ന ഒരവസ്ഥയെ അല്ലെങ്കിൽ പേടിച്ചു പോകുന്ന അവസ്ഥയാണ് നമ്മൾ സ്കെയർ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത വാക്ക് എന്താ? ഇറ്റ്സ് എ പ്രൊലോങ്ഡ്. പ്രൊലോങ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. പ്രൊലോങ്ഡ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡഡ്, അതും അല്ലെങ്കിൽ സ്ട്രെച്ച്ഡ്. സ്ട്രെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? വലിച്ചു നീട്ടുന്നതിനാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ. നമ്മൾ കയ്യിലൊരു റബ്ബർ ബാൻഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇലാസ്റ്റിക് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചു നീട്ടും അല്ലേ. അതിനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുക അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യാന്ന് പറയാം. വലിച്ചു നീട്ടുന്ന ആ ഒരു സ്വഭാവം, നമുക്ക് ആ സ്വഭാവം നന്നായിട്ടുണ്ട് അല്ലേ. അപ്പോൾ പ്രൊലോങ് എന്ന് പറഞ്ഞാൽ സ്ട്രെച്ചിങ് ഓർ യെസ് എക്സ്റ്റെൻഡിങ് അല്ലേ. എക്സ്റ്റെൻഡ് ചെയ്യുക അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യുക. അടുത്ത വാക്ക് എന്താ? ഗ്രിൻ. GRIN. ഗ്രിൻ എന്ന് പറഞ്ഞാലോ അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. സ്മൈലാണ്. എന്താണ്? എന്ത് രസമുള്ള ചിരിയല്ലേ എൻ്റെ അല്ലേ. ആണ്. ചിരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രിൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് പറയുന്നത്. ഒന്ന് ചിരിച്ചേ കാണട്ടെ. അയ്യോ പുഴുപ്പല്ലാണല്ലോ. വേണ്ട അടച്ചു വെച്ചോ. അടുത്ത വാക്ക് എന്താ? എക്സ്ക്ലൂസീവ്ലി. എക്സ്ക്ലൂസീവ്ലി എന്ന് പറഞ്ഞാൽ എന്താ? കൊടുത്തിട്ടുണ്ടല്ലോ. എന്താ ഫസ്റ്റ് വൺ? കംപ്ലീറ്റ്ലി, ടോട്ടലി ആൻഡ് അബ്സല്യൂട്ട്ലി. കംപ്ലീറ്റ്ലി പൂർണ്ണമായിട്ടല്ലേ. എക്സ്ക്ലൂസീവ്ലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് കൊടുത്തിട്ടുള്ളത് എന്താണ്? കംപ്ലീറ്റ്ലി പൂർണ്ണമായിട്ടല്ലേ. ആൻഡ് പിന്നെന്താ കൊടുത്തിട്ടുള്ളത്? ടോട്ടലി കംപ്ലീറ്റ് ആയിട്ട്. അതും സെയിം മീനിങ് തന്നെയാണ്, പൂർണ്ണമായിട്ട്. ആൻഡ് അബ്സല്യൂട്ട്ലി അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നാണ് അല്ലേ. അപ്പോൾ ഇറ്റ്സ് മീനിങ് ഈസ് കംപ്ലീറ്റ്ലി, കംപ്ലീറ്റ് ആയിട്ട്, പൂർണ്ണമായിട്ട്. ആൻഡ് ലാസ്റ്റ് ആ പേജിൽ അവസാനം കൊടുത്തിരിക്കുന്ന വാക്ക് എന്താ? ഒക്കേഷണലി എന്നുള്ള വാക്കാണ് അല്ലേ. ഒക്കേഷണലി എന്താ? ഒക്കേഷണലി. ഒക്കേഷണലി എന്ന് പറഞ്ഞാൽ എന്താ? റെയർലി ഓർ ഇറഗുലർലി. റെഗുലർ ആയിട്ടല്ലാത്തതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒക്കേഷണലി എന്ന് പറയുന്ന വാക്കുകൊണ്ട് പറയുന്നത്. അപ്പോൾ റെഗുലർലി അല്ല എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എപ്പോഴും നടക്കുന്നതല്ല, എപ്പോഴെങ്കിലുമൊക്കെ നടക്കുന്നതിനെ അല്ലേ, ചില സമയങ്ങളിൽ മാത്രം നടക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒക്കേഷണലി എന്ന് പറയുന്നത്. പേജ് ഒന്ന് മറിച്ചാൽ പേജ് നമ്പർ 28 നിങ്ങൾക്ക് വീണ്ടും ചെറിയൊരു ബോക്സിൽ ന്യൂ വേർഡ്സ് കാണാൻ വേണ്ടി പറ്റും. എന്താ ഫസ്റ്റ് വൺ? എന്താണ്? സ്റ്റബ്ബി എന്ന് പറയുന്നൊരു വാക്കാണ്. എന്താണ് സ്റ്റബ്ബി? സ്റ്റബ്ബി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റബ്ബി എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആൻഡ് ബ്രോഡ്. എന്താ? ഷോർട്ട് ആൻഡ് ബ്രോഡ്. കുള്ളന്മാരെയാണ് നമ്മൾ ഷോർട്ട് എന്നൊക്കെ വിളിച്ച് കളിയാക്കാറുള്ളത് അല്ലേ. ആണോ?
അങ്ങനെയൊന്നും പറയരുത് കേട്ടോ, അതൊക്കെ ചീത്ത കുട്ടികൾ പറയുന്ന. സോ സ്റ്റബി എന്ന് പറയുന്ന വാക്ക് കാണിക്കുന്നത് ഷോർട്ട്, അധിക ഹൈറ്റ് ഒന്നുമില്ല, ചെറുത്. ആൻഡ് പിന്നെന്താ ബ്രോഡ്, ഹൈറ്റ് ഒന്നും ഇല്ലെങ്കിലും കുറച്ച് ബ്രോഡായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി വീതിയൊക്കെ ഉള്ള സംഭവത്തിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്റ്റബി എന്ന് പറയുന്ന വാക്കുകൊണ്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്താണ് സ്ലിമ്മി. സ്ലിമ്മി എന്ന് പറഞ്ഞാൽ എന്താ? സ്ലിമ്മി എന്ന് പറഞ്ഞാൽ എന്താ? സ്ലിം ആയിരിക്കുക ആണോ? അല്ല, പിന്നെന്താ? കേൾക്കുന്നില്ല, പറ. ഓയിലി അല്ലേ? ഓയിലി എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെയോ ഗ്രീസി. പിന്നെ കേൾക്കട്ടെ, പറ. സ്ലിപ്പറി അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളുടെ സ്ലിമി എന്ന് പറയുന്ന SLIMY സ്ലിമി എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓയിലി അല്ലേ? അതായത് കുറച്ച് എണ്ണമയമൊക്കെ ഉള്ള. അതുപോലെ തന്നെ എന്തായിരുന്നു രണ്ടാമത് പറഞ്ഞത്? ഗ്രീസി. ഗ്രീസ് എന്ന് പറയുന്ന സാധനം കേട്ടിട്ടുണ്ടാവും അല്ലേ? വണ്ടിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന, വണ്ടിയൊക്കെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഫംഗ്ഷൻ ആവാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഗ്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എണ്ണമയമുള്ള ഗ്രീസി ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ലിപ്പറി, തെന്നിപ്പോകാനൊക്കെ ചാൻസ് ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ലിമി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്താ? WART. വാട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, അബ്നോർമൽ ഗ്രോത്ത് ഓഫ് സ്കിൻ ആണ് അല്ലേ? നമ്മളുടെ പിന്നെ ഈ ടോഡിൻ്റെ കാര്യത്തിലായിരുന്നു നമ്മൾ വോട്ട് എന്ന് പറയുന്ന വാക്ക് പറഞ്ഞത്. ഇറ്റ് മീൻസ് ആ ഒരു തൊലിയിൽ ചെറുതായിട്ട് അബ്നോർമലായിട്ട്, നോർമലായിട്ടല്ല അബ്നോർമലായിട്ടുണ്ടാവുന്ന സ്കിന്നിലെ വളർച്ചയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാട്ട് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അടുത്ത വാക്ക് എന്താ? ലാസ്റ്റ് വൺ ടിമിഡ് എന്നുള്ള വാക്കാണ് അല്ലേ? എന്താ? ടിമിഡ്, TIMID. ടിമിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഷൈ. നമുക്ക് പലർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഷൈ ആവുക. നാണമില്ലേ? എനിക്കൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾക്ക് ചില സമയങ്ങളിലൊക്കെ നാണം വരും അല്ലേ? അതാണ്. അപ്പോൾ ടിമിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാണം തോന്നുന്ന ഷൈ ആയിട്ടുള്ള അവസ്ഥയെ, അതുപോലെ തന്നെ ഫിയർഫുൾ, ഒരു പേടി തോന്നുന്ന അവസ്ഥയൊക്കെയാണ് നമ്മൾ ടിമിഡ് എന്ന് പറയുന്നത്. ഒരു നെർവസ് ആയിട്ടുള്ള അവസ്ഥ. നമ്മളൊക്കെ പെട്ടെന്ന് ഒരു സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് കഥ പറയാൻ വേണ്ടി പറഞ്ഞാൽ ഒരു പേടി ഉണ്ടാവും അല്ലേ? പെട്ടെന്ന് കയറി ചെല്ലുമ്പോൾ ആ ഒരു നെർവസ്നെസ്, അതായത് പെട്ടെന്ന് നമ്മളൊരു സ്റ്റേജ് ഫിയർ ഒക്കെ വരുന്നതിനെയാണ് നമ്മൾ ടിമിഡ് എന്ന വാക്കുകൊണ്ട് പറയുന്നത്. ഇനി അവസാനത്തെ നമ്മളുടെ ചാപ്റ്ററിൻ്റെ അവസാനത്തെ പേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് വാക്കുകൾ കൂടി കാണാൻ വേണ്ടി പറ്റും. ഏതൊക്കെയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്? അവിടെ ആകെ 3 വാക്കുകളുള്ളൂ. ക്രാം എന്ന് പറയുന്ന വാക്ക്, രണ്ടാമത്തത് HIND ഹിൻഡ് എന്ന് പറയുന്ന വാക്ക്, തേർഡ് വൺ ട്രെയ്റ്റ് എന്ന് പറയുന്ന വാക്ക്. 3 വാക്കുകൾ കണ്ടോ? ഓക്കെ. ക്രാം എന്ന് പറയുന്ന വാക്ക് എന്താണ്? സ്റ്റഫ്, പിന്നെന്താ? ഫോഴ്സ് അല്ലേ? സ്റ്റഫ് അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നതാണ് ക്രാം എന്ന് പറയുന്നത്. സ്റ്റഫ് അല്ലെങ്കിൽ ഫോഴ്സ്. സ്റ്റഫ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഈ ചില ആൾക്കാരൊക്കെ ഹണ്ടിങ്ങിന് പോയിട്ട് മൃഗങ്ങളെയൊക്കെ പിടിച്ചിട്ട് സ്റ്റഫ് ചെയ്ത് വെക്കും. സ്റ്റഫ് ചെയ്ത് വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ ഉള്ളിൽ കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ ചെയ്ത് അതിനെ അങ്ങനെ ജീവനുള്ളതിനെ പോലെ തന്നെ വെച്ചുകൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഈ ക്രാം എന്ന് പറയുന്ന വാക്ക് എവിടെയാണ് പറഞ്ഞത്? ക്രാം എന്ന് പറയുന്ന വാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടോഡിൻ്റെ കേസിലാണ്. ടോഡ് എങ്ങനെയാണ് ഇരകളെ പിടിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അതിനെങ്ങനെ ഞെരിച്ചൊക്കെയാണ് അതിനെ കൊല്ലാറുള്ളത്, തിന്നാറുള്ളത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സോ ക്രാം എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് ആണ് അവിടെ തന്നിട്ടുള്ളത്. ഇറ്റ്സ് എ സ്റ്റഫ് അല്ലെങ്കിൽ ഫോഴ്സ്, ശക്തിയായിട്ട്. ഓക്കെ. രണ്ടാമത്തെ എന്താണ്? ഹിൻഡ്, HIND ഹിൻഡ്. ഹിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബാക്ക് ഓർ റിയർ, പുറകുവശത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹിൻഡ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വേർഡ് എന്താണ്? ട്രെയ്റ്റ് എന്നുള്ളതാണ്. ട്രെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കേൾക്കുന്നില്ല. എ പെർട്ടിക്കുലർ ക്വാളിറ്റി ഇൻ യു. എ പെർട്ടിക്കുലർ ക്വാളിറ്റി ഇൻ യു. അങ്ങനെ പറഞ്ഞാൽ എന്താ ഇതിൻ്റെ അർത്ഥം എന്താ? ഓക്കെ. ട്രെയ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവിയുടെ ഉള്ളിലുള്ള ഒരു പെർട്ടിക്കുലർ ക്വാളിറ്റി അല്ലേ? ഒരു പ്രത്യേക ക്വാളിറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രെയ്റ്റ് എന്ന് പറയുന്ന വാക്ക് ഉദ്ദേശിക്കുന്നത്. അതായത് ബിഹേവിയറലായിട്ടുള്ള നമ്മുടെ സ്വഭാവത്തിലൊക്കെ ഉള്ള ഗുണങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ ട്രെയ്റ്റ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഉണ്ടല്ലേ? അപ്പോൾ ഇത്രയും വാക്കുകൾ പഠിച്ചോ? അതിൻ്റെ അർത്ഥങ്ങൾ പഠിച്ചോ? ഇന്നത്തെ ചാപ്റ്റർ മനസ്സിലായോ? ഫ്രോഗും ടോഡും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ലാമയും അൽപ്പക്കാസിനെയും കണ്ടോ? ഇതൊക്കെ റെയർ പീസുകളാണല്ലേ? അങ്ങനെ നമ്മൾ ഇന്ന് ഫ്രോഗ്സിനെയും ടോഡ്സിനെയും കുറിച്ച് പഠിച്ചു, ലാമാസിനെ കുറിച്ചും അൽപ്പക്കാസിനെ കുറിച്ചും പഠിച്ചു. ദെൻ കുറച്ച് ന്യൂ വൊക്കാബുലറീസ് പഠിച്ചു, അതിൻ്റെ മീനിങ്സും പഠിച്ചോ? അത് എന്നെ പറ്റിക്കാണോ? പഠിച്ചോ അല്ലേ? വെരി ഗുഡ്. സോ ഇനി എന്താ പരിപാടി? ഇനി എന്താ? ഞാൻ പോകണം, ഭക്ഷണം കഴിക്കണം അല്ലേ? അതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. വി ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട് ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്. This is Anil Levi signing off. Bye bye.